പന്തളം കൊട്ടാരം രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയെയും സംഘത്തെയും ശബരിമലയിൽ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. പന്തളം കൊട്ടാരം രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയെയും സംഘത്തെയും ആണ് സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപചാരപൂർവ്വം സ്വീകരിച്ചത്. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പന്തളം രാജപ്രതിനിധി സന്നിധാനത്തെത്തിയത്. തലപ്പാറമല, ഉടുമ്പാറമല എന്നിവയുടെ കൊടിയും വാദ്യോപകരണങ്ങളുമായി അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന ആലങ്ങാട്ട് പേട്ടതുള്ളൽ സംഘവും തിരുവാഭരണ പേടക വാഹക സംഘവും സ്വീകരിക്കാനെത്തി. രാജപ്രതിനിധിയെ 18-ാം പടിക്ക് കീഴിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി മാലയിട്ട് ആനയിച്ചു. തുടർന്ന് 18 പടി കയറി ഭഗവാനെ തൊഴുതു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കളഭാഭിഷേകവും ഗുരുതിയും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടക്കും. രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷമാണ് ശബരിമല നട അടയ്ക്കുന്നത്. നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് മേൽശാന്തി കൈമാറും. 18-ാം പടിയിറങ്ങി ദേവസ്വം ബോർഡ് പ്രതിനിധിയുടെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് രാജപ്രതിനിധി കൈമാറുകയും മാസപൂജ ചെലവിനായി പണക്കിഴിയും നൽകി പന്തളം കൊട്ടാരത്തിലേക്ക് യാത്രയാകും.